അറ്റ്മോറിപ്പൽഷൻ തിയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പുതുതായി കാണുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് പക്ഷേ നിലവിലുള്ള ശാസ്ത്ര നിഗമനങ്ങളല്ല. എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ ശാസ്ത്രങ്ങളെ വിവരിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എനർജി, എന്താണ് എനർജി എന്നുള്ളതും, പ്രകാശം എങ്ങനെ സഞ്ചരിക്കുന്നു, പ്രകാശം വേവ്സുകളായിട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് എനർജി എന്ന് നോക്കാം. ഫിസിക്കൽ ഒബ്ജക്റ്റുകളുടെ ചലനം രേഖപ്പെടുത്താത്ത ഒരു എനർജിയും ഇന്നേ വരെ ദർശിക്കാനായിട്ടില്ല, നമുക്ക് നിരീക്ഷിക്കാനായിട്ടില്ല. അഥവാ ഒരു മാറ്റർ എന്ന് പറയുമ്പോൾ മാറ്ററിന്റെ നിർവചനം എന്താണ്? മാറ്ററിന്റെ നിർവചനം ദ സ്പേസ് ഓക്യുപ്പൈഡ് ഒബ്ജക്റ്റ് അഥവാ മാറ്റർ ഇറ്റ് സെൽഫ്, അല്ലേ? ഒരു സ്ഥലം, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ഒരു പ്രതലം ആവശ്യമായ എല്ലാ വസ്തുക്കളും മാസ് അല്ലെങ്കിൽ മാറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ സീറോ മാസുള്ള ഒരു വസ്തു എന്ന് പറയുമ്പോൾ മാസ് എന്ന നിർവചനത്തിന് തന്നെ വിപരീതമാണ്, അല്ലേ? മാസ് എന്ന നിഗമനത്തിന് അല്ലെങ്കിൽ നിർവചനത്തിന് തന്നെ വിപരീതമായ സീറോ മാസ് എന്ന കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ഭൗതിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് അഭൗതികമായ എന്തോ ധാരണകളാണ്, തെറ്റിദ്ധാരണകളാണ്. അഥവാ മാസ് എന്ന് പറയുമ്പോൾ അതിന് സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. ഇത്തരം ഒബ്ജക്റ്റുകളുടെ ചലനമാണ് നമുക്ക് എനർജിയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. മാസിന്റെ മറ്റൊരു വശമാണ് എനർജി എന്ന് പറയുമ്പോഴും മാസിന്റെ ചലനമാണ് എനർജി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ മാസ് വേറെ എനർജി വേറെ, എനർജി മറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ട് ധരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂക്ലിയർ ഫ്യൂഷനിലാണെങ്കിലും മാസുകളുടെ അല്ലെങ്കിൽ മാറ്ററുകളുടെ ചലനമാണ് എനർജി. അങ്ങനെ ചലനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ എനർജിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനോ പുതുതായിട്ട് ഉണ്ടാക്കാനോ കഴിയുകയില്ല. അതിൻ്റെ രൂപമാറ്റം വരുത്താൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ശാസ്ത്രം. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എനർജി കൈമാറ്റം ചെയ്യുകയാണ് ഇലക്ട്രോണുകളുടെ സ്പിന്നിങ് ശേഷി അല്ലെങ്കിൽ അവയുടെ ചലനശേഷി മറ്റൊരു ഇലക്ട്രോണിലേക്ക് കൈമാറ്റം ചെയ്ത് സഞ്ചരിക്കുന്നതാണ് വൈദ്യുതിയുടെ പ്രവാഹവും അതേപോലെ തന്നെ പ്രകാശത്തിൻ്റെ സഞ്ചാരവും. അപ്പോൾ പ്രകാശം മറ്റൊരു ഒബ്ജക്റ്റുകളെ പോലെ സഞ്ചരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രകാശത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് വേവ്സുകളുടെ, തരംഗങ്ങളുടെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് എത്തിപ്പെടാനുള്ള വേഗത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പ്രകാശം എത്താനുള്ള വേഗത എന്ന് പറയാം. പ്രകാശം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സഞ്ചാരം എന്നത് ഒരു വസ്തുവിൻ്റെ അതിൻ്റെ സർഫേസിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോഴാണ് അതിന് സഞ്ചാരം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒരു വസ്തു അതിൻ്റെ സർഫേസിനെ, അതിൻ്റെ ചുറ്റുപാടിനെ മാറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്നതിനെയാണ് സഞ്ചരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതേസമയം ഒരു ഇലക്ട്രോണിക് വേവ്സുകൾ സഞ്ചരിച്ചെത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വേവ്സുകളെ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ഒരുപക്ഷെ വെള്ളത്തിൻ്റെ തരംഗങ്ങളായിരിക്കും, വെള്ളം ഓളം വെട്ടുന്ന തരംഗങ്ങളായിരിക്കും. ഈ വെള്ളത്തിൻ്റെ തരംഗം ശരിക്കും വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിലുള്ള തരംഗങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ തരംഗം ഒരു കല്ലിടുമ്പോൾ പക്ഷെ അതിൻ്റെ ഓളം സഞ്ചരിക്കുന്നത് പോലെ അല്ല പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത്. ശബ്ദസഞ്ചാരം അതിലേറെ വേഗത്തിലാണ്, പ്രകാശ സഞ്ചാരം അതിലേറെ വേഗത്തിലാണ്. പ്രകാശം എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പല എക്സ്പെരിമെന്റുകളും കണ്ടിട്ടുണ്ട്. വയറിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ബോളുകൾ വന്ന് ഇടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് ചലിക്കുന്നത്. അതേപോലെ ക്യാരംസ് ബോർഡൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് അടിച്ചാൽ അടി കിട്ടിയ സമയം തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്നത് പോലെ. അപ്പോൾ ഇലക്ട്രോണുകൾ ഒന്നായിട്ട് തൊട്ടടുത്തായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു ആഘാതം സംഭവിക്കുമ്പോൾ, ഒരു ചലനം സംഭവിക്കുമ്പോൾ, ഒരു ഇലക്ട്രോൺ ഒന്ന് സ്പന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ മിടിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഇലക്ട്രോണുകളെ അത് ചലിപ്പിക്കാൻ കാരണമാകുന്നു. നമ്മൾ ആറ്റങ്ങളെ മനസ്സിലാക്കിയത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചലിക്കുന്നു എന്നാണ്, അല്ലേ? ഒരു ന്യൂക്ലിയസിനെ മാത്രം പരിഗണിക്കരുത്. ഒരുപാട് ന്യൂക്ലിയസുകൾ അടുത്തുള്ളതാണ് ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആറ്റങ്ങൾ അടുത്തുള്ള രീതിയിലാണ്.
ഒരു ആറ്റത്തിനെ മാത്രമായി നമുക്ക് പരിഗണിച്ച് അവയെ മനസ്സിലാക്കാൻ കഴിയുകയും, ഒരു ആറ്റത്തെ മാത്രമായി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? തൊട്ടടുത്ത ആറ്റങ്ങളുള്ള അവസ്ഥയിലല്ലേ പ്രപഞ്ചമുള്ളത്. അപ്പോൾ എല്ലാ തൊട്ടടുത്ത ആറ്റങ്ങൾക്കും ന്യൂക്ലിയസിന്റെ പുറംഭാഗത്താണ് ഇലക്ട്രോണുകൾ ചലിക്കുന്നത് എങ്കിൽ ഈ ഇലക്ട്രോണുകൾ തമ്മിലായിരിക്കും രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടാകുക. ഈ അറ്റ്മോറിപ്പൾഷൻ എനർജി ഒരു പദാർത്ഥത്തിൽ കൂടുന്തോറും അവ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും, ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കും, വാതകാവസ്ഥയിൽ നിന്ന് പ്ലാസ്മ അവസ്ഥകളിലെല്ലാം മാറുന്നു എന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അഥവാ ഈ എനർജി, ഈ ശേഷി, ഈ ചലനശേഷി, ഇലക്ട്രോണുകളുടെ ഈ ചലനശേഷി മറ്റൊരു ഇലക്ട്രോണിൽ തട്ടുമ്പോൾ ആ ശേഷി ആ ഇലക്ട്രോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ചലിക്കുന്ന സംഭവമാണ് പ്രകാശത്തിലെ സഞ്ചാരം. അല്ലാതെ പ്രകാശം ഒരു വാഹനം പോലെയോ റോക്കറ്റ് പോലെയോ മറ്റുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെയോ ഉള്ള ചലനമല്ല. ഇവയ്ക്കിടയിലുള്ള ഇലക്ട്രോണുകൾ അവയുടെ ചലനശേഷി മറ്റൊരു ഇലക്ട്രോണിൽ തട്ടുമ്പോൾ അത് തുടർന്ന് സഞ്ചരിക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ, ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ വരെ ഈ തരംഗം എത്താൻ പാകത്തിൽ അത്രമാത്രം വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അഥവാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു റോഡ്, ഒരു കമ്പിയുടെ ഈ തലക്കൽ ചുറ്റിയ കൊണ്ട് അടിച്ചാൽ അതേ സ്പോട്ടിൽ അവിടെ എത്തുന്നത് പോലെ ഇൻസ്റ്റന്റ്ലി സംഭവിക്കുന്ന പോലെയാണ് പ്രകാശം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇലക്ട്രോണുകൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, സ്പേസ് ഉണ്ടെങ്കിൽ, ആ സ്പേസ് കവർ ചെയ്യാനുള്ള കുറഞ്ഞ ടൈം വേരിയേഷൻ എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ ഇലക്ട്രോണുകളുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പ്രകാശം ഇൻസ്റ്റന്റ്ലി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും.